ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ 8ാമത്തെ ദിവസത്തേക്ക് കിടക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ് PYQ സെഷനിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള ഫയർമാൻ, ഫയർ വുമൺ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് PSCയുടെയോ SSCയുടെയോ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺ ടീമിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് മെയിൽ ത്രൂവോ വാട്സ്ആപ്പ് ത്രൂവോ നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൺസേൺ ടീം നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ മാരത്തോൺ സെഷൻ, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന്റെ മാരത്തോൺ സെഷനിൽ ഈ സ്പെഷ്യൽ ടോപ്പിക് പോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരത്തോൺ സെഷനിൽ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. നമ്മുടെ ടീമിനെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ 7 ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എന്താണ് ജ്വലനം അഥവാ അഗ്നി എന്ന് പറഞ്ഞാൽ? ജ്വലനശീലമുള്ള ഏതെങ്കിലും ഒരു വസ്തു അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറപ്പെടുവിക്കുന്ന രാസപ്രവർത്തനത്തെയാണ് ജ്വലനം അഥവാ അഗ്നി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോയിന്റ് അല്ലേ? അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയടാ. തീപിടുത്തം അല്ലെങ്കിൽ ജ്വലനം എന്നത് ഒരു താപമോചക രാസപ്രവർത്തനമാണ്. താപമോചന പ്രവർത്തകവും താപശോഷക പ്രവർത്തകവും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് അബ്സോർബിങ് അഥവാ താപശോഷക പ്രവർത്തനം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? തീപിടുത്തം അല്ലെങ്കിൽ ജ്വലനം എന്നത് ഒരു താപമോചക രാസപ്രവർത്തനമാണ് അല്ലെ, ഹീറ്റ് റിലീസിങ് കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇനി അഗ്നിയുടെ നിലനിൽപ്പ് 3 ഘടകങ്ങളുടെ കൃത്യമായ അനുപാതത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിനെ ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നു, ജ്വലന ത്രികോണം. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഇന്ധനം, അതുപോലെ ഹീറ്റ്, അതുപോലെ ഓക്സിജൻ, ഈ 3 സംഭവങ്ങളാണുള്ളത് അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 ട്രയാങ്കിൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഘടകം കട്ട് ചെയ്താൽ അത് തീ അണയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയർ ആണ്. ഇനി നമ്മൾ ക്ലാസ് A, ക്ലാസ് B അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് ഫയറിന് തരംതിരിക്കുന്ന ക്ലാസ്സുകളാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അഗ്നിയുടെ വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം നമുക്ക് നോക്കാം. പൂൾ ഫയർ, ജെറ്റ് ഫയർ, ഫ്ലാഷ് ഫയർ, ഫയർ ബോൾസ് എന്നിവ എന്തൊക്കെയാണ്? ഒന്നും കൂടെ പറയുന്നു. പൂൾ ഫയർ, ജെറ്റ് ഫയർ, ഫ്ലാഷ് ഫയർ, ഫയർ ബോൾസ് എന്നിവ എന്തൊക്കെയാണ്? നോക്കിയാലോ. പൂൾ ഫയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തിരശ്ചീനമായി ഹൊറിസോണ്ടൽ കെട്ടിക്കിടക്കുന്ന ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ ഉണ്ടാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് കത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? പൂൾ ഫയർ എന്ന് പറയുന്നത്. ഒന്നും കൂടെ, തിരശ്ചീനമായി കെട്ടിക്കിടക്കുന്ന ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ ഉണ്ടാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് കത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? പൂൾ ഫയർ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ പൂൾ ഫയർ മനസ്സിലായില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജെറ്റ് ഫയർ എന്താ മക്കളെ? ഒരു പൈപ്പ് ലൈനിൽ നിന്നോ ഉറവിടത്തിൽ നിന്നോ ശക്തിയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ പ്രവഹിക്കുന്ന ഇന്ധനം കാരണം ഉണ്ടാകുന്ന തീപിടുത്തമാണ് എന്ത്? ജെറ്റ് ഫയർ. ഉദാഹരണത്തിന് എന്താണ്? ഗ്യാസ് സിലിണ്ടർ ആണ് അല്ലെ, ലീക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? ജെറ്റ് ഫയർ ആണ്. അതായത് വൺ പൈപ്പ് ടു അനദർ, അതായത് പൈപ്പ് ലൈനിൽ നിന്നും ഉറവിടത്തിൽ നിന്നും ശക്തിയായി ഒരു ഒറ്റ ഡയറക്ഷനിലേക്ക് പാസ് ചെയ്ത് പോകുന്നതിനാണ്. അതായത് ജെറ്റ് ഇങ്ങനെ പോവാൻ മക്കളെ, ഒരൊറ്റ ഡയറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോവും അല്ലേ, ഹൊറിസോണലായിട്ട് പോകും. അതുപോലെ ഒരൊറ്റ ഡയറക്ഷനെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു ഫ്ലോ ഓഫ് ഫയറിനെയാണ് എന്ത് പറയുന്നത്? ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? അടുത്ത ടോപ്പിക് പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത ടൈപ്പ് അഗ്നിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഫ്ലാഷ് ഫയർ ആണ് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു അടച്ചിട്ട മുറിയിലോ മറ്റോ വാതകം പോലെ, അതായത് LPG വാതകം നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് മൂലം പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ഫ്ലാഷ് ഫയർ. ഒരു ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് മൂലമൊക്കെ ഒരു റൂം അല്ലെങ്കിൽ ഒരു വീടൊക്കെ കത്തിപ്പിടിക്കുന്ന സിറ്റുവേഷൻ എന്തിന് ഉദാഹരണമാണ്? ഫ്ലാഷ് ഫയർ ഉദാഹരണമാണ് അല്ലെ. ചെറിയൊരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കുള്ളിയുടെ പ്രസൻസ് മൂലം ആ സ്ഥലത്ത് വെച്ചുണ്ടാകുന്ന ഒരു മിന്നൽ ഉണ്ടാവുന്ന ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ഒരു എക്സ്പ്ലോഷൻ ആണ് എന്ത് പറയുന്നത്? ഫ്ലാഷ് ഫയർ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ അല്ലടാ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫയർ ബോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ധന ബാഷ്പവും വായുവും കൂടിക്കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ വലിയൊരു പന്ത് പോലെ ഒന്നിച്ച് കത്തുന്നതിനെയാണ് ഫയർ ബോൾസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ,
ഇന്ധന ബാഷ്പവും വായുവും കൂട്ടിക്കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ വലിയൊരു പന്ത് പോലെ ഒന്നിച്ചു കത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫയർ ബോളുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്മൾട്ടറിങ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താ? അതും കൂടെ ഒന്ന് നോക്കിക്കേ. ഖരപദാർത്ഥങ്ങളുടെ ഉപരിതലത്തിലെ തന്മാത്രകൾ ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുന്നത് കാരണം ഉണ്ടാകുന്ന തീപിടുത്തം. ഓക്കെ അല്ലേ? വേപ്പർ ഫേസ് ഫയർ എന്താണ് മക്കളെ? ഭൂരിഭാഗം പദാർത്ഥങ്ങളും ബാഷ്പാവസ്ഥയിലേക്ക്, അതായത് വേപ്പർ സ്റ്റേറ്റ് മാറിയ ശേഷമാണ് കത്തുന്നത് അല്ലെ. ഇതിനെയാണ് വേപ്പർ ഫേസ് ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലൈറ്ററിനുള്ളിലെ ദ്രാവകം വേപ്പറായി മാറിയ ശേഷം കത്തുന്നത് അല്ലെ. ലൈറ്റർ നമ്മളിങ്ങനെ കത്തിച്ച വഴിക്ക് അതിനകത്ത് ഗ്യാസ് ആദ്യം പുറത്തേക്ക് വന്നതിന് ശേഷമല്ലേ കത്തിപ്പിടിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായില്ലേ? ഫയർ ബോൾസ് നമ്മൾ പഠിച്ചു, ഫ്ലാഷ് ഫയർ പഠിച്ചു, ജെറ്റ് ഫയർ പഠിച്ചു, കുറെ നമ്മൾ പഠിച്ചില്ലേ? സ്മോൾഡറിങ് പഠിച്ചു, അതുപോലെ വേപ്പർ ഫേസ് ഫയർ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റാതെ പറയാൻ പറ്റില്ലടാ. ഇതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ജെറ്റ് ഫയർ അതുപോലെ സ്മോൾഡറിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ബോയിലിംഗ് ലിക്വിഡ് വേപ്പർ എക്സ്പ്ലോറേഷൻ സംഭവിക്കുമ്പോഴാണ് ഫയർ ബോൾസ് അഥവാ ബ്ലീവ് സൃഷ്ടിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ബ്ലീവ് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് പറയാം. ഫയർ ബോൾസ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് മക്കളെ? ബോയിലിംഗ് ലിക്വിഡ് വേപ്പർ എക്സ്പ്ലോറേഷൻ സംഭവിക്കുമ്പോഴാണ് ബ്ലീവ് സൃഷ്ടിക്കപ്പെടുന്നത്. ബ്ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലീവിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചടാ, പെട്ടെന്ന് ടക്കേന്ന് പഠിച്ചേ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ഒന്നുകൂടെ, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ഒന്നുകൂടെ, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ബ്ലീവിന്റെ ഫുൾ ഫോം ആണ്. ഫയർ ബോൾസിന്റെ മറ്റൊരു പേരാണ് ബ്ലീവ് എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെയാണ് ബ്ലീവ് ഉണ്ടാവുന്നത്? ബോയിലിംഗ് ലിക്വിഡ് വേപ്പർ എക്സ്പ്ലോറേഷൻ ത്രൂ അല്ലേ. ഓക്കെ അല്ലേ? ഇനി ഇന്ധന ബാഷ്പവും വായുവും ചേർന്ന മിശ്രിതം ജ്വലന പരിധിക്കുള്ളിൽ, ഫ്ലെയിമബിൾ ലിമിറ്റിനെയാണ് ജ്വലന പരിധി എന്ന് പറയുന്നത് കേട്ടോ, മാത്രമാണ് ജ്വലനം സംഭവിക്കുന്നത്. മുഴുവൻ ജ്വലന പ്രക്രിയകളും സംഭവിക്കുന്നത് ബാഷ്പാവസ്ഥയിലാണ്. എപ്പോഴാണ് ജ്വലന പ്രക്രിയകൾ സംഭവിക്കുന്നത്? ബാഷ്പാവസ്ഥയിലാണ് അല്ലെ. അത് കൃത്യമായിട്ട് പഠിക്കുക. ദ്രാവക രൂപത്തിലാണോ ബാഷ്പ രൂപത്തിലോ ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ബാഷ്പാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ ജ്വലന പ്രക്രിയകൾ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഇന്ധന ബാഷ്പവും വായുവും ചേർന്ന മിശ്രിതത്തിനെ പറയുന്നത് എന്താണ്? ജ്വലന പരിധിക്കുള്ളിൽ ആകുമ്പോഴല്ലേ ജ്വലനം സംഭവിക്കുന്നത്. സെറ്റ് അല്ലടാ? ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, രാസപ്രവർത്തന വേഗത അനുസരിച്ചുള്ള ജ്വലനം. അതാണ് ടൈറ്റിൽ വരുന്നേ. രാസപ്രവർത്തന വേഗത അനുസരിച്ച് ജ്വലനത്തെ എന്തൊക്കെയായി തരംതിരിക്കാം? ഒന്നുകൂടെ പറയുന്നു, രാസപ്രവർത്തന വേഗത അനുസരിച്ചുള്ള ജ്വലനത്തെ കുറിച്ചാണ്. രാസപ്രവർത്തന വേഗത അനുസരിച്ച് ജ്വലനത്തെ എന്തൊക്കെയായി തരംതിരിക്കുക എന്നാണ് ചോദിച്ചത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, ആ ഒരു രാസപ്രവർത്തനം അനുസരിച്ചിട്ടുള്ള ആ ഒരു അഗ്നിനെ എത്ര രീതിയിൽ തരംതിരിക്കാന്നാണ് ചോദിക്കുന്നത്. ദ്രുതഗതിയിലുള്ള ജ്വലനം, വിച്ച് മീൻസ് റാപ്പിഡ് കമ്പഷൻ. കുറഞ്ഞ സമയത്തിനുള്ളിൽ, റാപ്പിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക, സ്പീഡ്, പെട്ടെന്ന്, സഡൻലി എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. റാപ്പിഡ് കമ്പഷൻ. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം താപവും പ്രകാശവും പുറത്തുവിടുന്ന ജ്വലനമാണ് എന്ത്? റാപ്പിഡ് കമ്പഷൻ അഥവാ ദ്രുതഗതിയിലുള്ള ജ്വലനം. അതിന് എന്താ എക്സാമ്പിൾ എന്താ വരുന്നത് മക്കളെ? പെട്രോൾ കത്തുന്നത് അല്ലെ. പെട്രോൾ പെട്ടെന്ന് തീ പിടിക്കില്ലടാ. ഓക്കെ അല്ലേ? ഇനി സ്ഫോടനം, എക്സ്പ്ലോഷൻ. ഇതൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഇനീഷ്യൽ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉയർന്ന ചൂടും ഉയർന്ന പ്രകാശവും വലിയ മർദ്ദവും അതിനോടൊപ്പം ശബ്ദവും. ഇതിൽ സ്ഫോടനവും അതുപോലെ റാപ്പിഡ് കമ്പഷനും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് നമുക്കുള്ള ശബ്ദവും അതുപോലെ ഉയർന്ന മർദ്ദമാണ് അല്ലേ. ഓക്കെ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉയർന്ന ചൂടും ഉയർന്ന പ്രകാശവും വലിയ മർദ്ദവും അതിനോടൊപ്പം ശബ്ദവും പുറപ്പെടുവിക്കുന്ന പ്രക്രിയ. ഉദാഹരണം എന്താണ്? ബോംബ് പൊട്ടുന്നത്, പടക്കം പൊട്ടുന്നതൊക്കെ എന്തിനാണ് എക്സാമ്പിൾ വരുന്നത്? എക്സ്പ്ലോഷൻ ആണ് എക്സാമ്പിൾ വരുന്നത് അല്ലെ. ഇനി അടുത്തത്, മന്ദഗതിയിലുള്ള ജ്വലനം, സ്ലോ കമ്പഷൻ. വളരെ പതുക്കെ താപവും പ്രകാശവും വളരെ കുറഞ്ഞ അളവിൽ മാത്രം പുറപ്പെടുവിച്ച് നടക്കുന്ന ജ്വലനം, സ്ലോ കമ്പഷൻ. ആ ഒരു പേരിൽ തന്നെയുണ്ട് അല്ലെ. ഇത് മൂന്ന് നിങ്ങൾക്ക് സെറ്റ് അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഫയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. അഗ്നിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അഗ്നിയുടെ സവിശേഷതകൾ: ഫയർ ഈസ് ഫാസ്റ്റ്, വളരെ ചെറിയ സമയം കൊണ്ട് വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ ആർക്ക് കഴിയും? തീക്ക് സാധിക്കും. ഫയർ ഈസ് ഹോട്ട്, തീപിടുത്തത്തിൽ
ജ്വാലയേക്കാൾ അതിൽ നിന്ന് പുറപ്പെടുന്ന താപമാണ് കൂടുതൽ അപകടകാരി. പൊള്ളൽ നല്ല അപകടകരമായിട്ടുള്ളൊരു എന്താ പറയുക കാര്യമാണ് അല്ലേ. പിന്നെ ഫയർ ഈസ് ഡാർക്ക്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കരിയും ചാരവും പുകപടലങ്ങളും ഉണ്ടാക്കി അന്തരീക്ഷം ഇരുണ്ടതാക്കാൻ തീക്ക് സാധിക്കും. ഫയർ ഈസ് ഡെഡ്ലി, സർവനാശകം ജീവസംഹാരിയുമാണ് അഗ്നി. ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. കാരണം ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ തന്നെ കിട്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നല്ല രീതിക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എലിമിനേറ്റ് ചെയ്യാനും സെലക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അഗ്നിയുടെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ. ഇത് ഞാൻ നിങ്ങൾക്ക് ഇനീഷ്യൽ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, അതുപോലെ ക്ലാസ് എഫ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി നിങ്ങൾ റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ക്ലാസ് എ എന്താടാ? തടി, പേപ്പർ, തുണി തുടങ്ങിയ സോളിഡ് വസ്തുക്കൾ, അതായത് ഖരവസ്തുക്കൾ. കത്തി ഉണ്ടാകുന്ന തീ, അതണയ്ക്കാൻ വെള്ളം നമുക്ക് എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ട് യൂസ് ചെയ്യാം. ഏതൊക്കെ ടൈപ്പ് ഫയറിന് ഏതൊക്കെ എക്സ്റ്റിങ്ക്യൂഷർ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ ക്ലാസ് ബി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ ആൽക്കഹോൾ, പെയിന്റ് തുടങ്ങിയ ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങൾ. ബി എന്ന് പറയുമ്പോൾ ലിക്വിഡ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള ഒരു ഓർഡറിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ABC കറക്റ്റായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഇതിൽ തീ അണയ്ക്കാൻ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? വെള്ളത്തിൻ്റെ മുകളിൽ ലിക്വിഡ് കിടന്ന് കത്തും അല്ലേ. കോൺസെൻട്രേഷൻ ലിക്വിഡിന് ഈ പറയുന്ന ദ്രാവകങ്ങൾക്ക്, എണ്ണകൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കും ഈ ഒരു എണ്ണകൾ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കത്തും. അതുകൊണ്ട് നമുക്ക് എന്തോ ഉപയോഗിക്കാൻ പറ്റില്ല, വെള്ളം ഒരിക്കലും എക്സ്റ്റിങ്ക്യൂഷറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഒന്നെങ്കിൽ ഫോം ബേസ്ഡ് എക്സ്റ്റിങ്ക്യൂഷർ അല്ലെങ്കിൽ DCP, ഡ്രൈ കെമിക്കൽ പൗഡർ ആണല്ലേ എക്സ്റ്റിങ്ക്യൂഷറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ക്ലാസ് സി ഫയർ നോക്കിയടാ. LPG, അസ്റ്റലിൻ, ഹൈഡ്രജൻ തുടങ്ങി വാതകങ്ങൾ, ഗ്യാസ് അല്ലേ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, LPG, അസ്റ്റലിൻ, ഹൈഡ്രജൻ തുടങ്ങിയ വാതകങ്ങൾ, ഗ്യാസസ് ആണ് അല്ലേ ക്ലാസ് സിയിൽ വരുന്ന മൂലമുണ്ടാകുന്ന തീപിടുത്തം. ഇത് അണയ്ക്കാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? CO2 അല്ലെങ്കിൽ DCP അഥവാ ഡ്രൈ കെമിക്കൽ പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ഇതിൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഫോം ബേസ്ഡ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് CO2 അല്ലെങ്കിൽ DCP ആണ്. ഇനി ക്ലാസ് ഡി ഫയർ എന്താ മക്കളെ? സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് തുടങ്ങിയ തീ പിടിക്കാൻ സാധ്യതയുള്ള ലോഹങ്ങൾ, മെറ്റൽസ് വരുന്ന എവിടെയാണ്? ക്ലാസ് ഡി ആണ് അല്ലേ. ഓക്കെ അല്ലേ. ഇനി ഇതിനൊരു കാരണവശാലും നമ്മൾ എന്തുപയോഗിക്കാൻ പാടില്ല? വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഇതിലെന്താ യൂസ് ചെയ്യുന്നത്? DCP അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ. ഇനി ക്ലാസ് ഇ ഫയർ എന്താ? വൈദ്യുത ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന ഫയർ ആണ് അല്ലേ. വൈദ്യുത ഉപകരണങ്ങൾ. ഫോർ ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഇതിന് വെള്ളം ഉപയോഗിക്കാൻ പാടോ? ഇല്ല. ഷോക്ക് അടിക്കും അല്ലേ നമുക്ക്. നമ്മൾ വെള്ളത്തിൽ കൂടെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് തീ കെടുത്താൻ നോക്കി നമുക്ക് ഒന്നും കൂടെ ഷോക്ക് അടിക്കും. അതായത് നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. എന്താ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക? ഇവിടെയും നമ്മൾ ഡ്രൈ കെമിക്കൽ പൗഡറും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എക്സ്റ്റിങ്ക്യൂഷറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് തന്നെയാണ്. നമ്മളെല്ലാം പഠിച്ചു പോയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് സ്റ്റാർവേഷൻ, സ്മദറിങ്, കൂളിംഗ് എന്നീ സംഭവങ്ങൾ, അതായത് അഗ്നിശമന രീതികൾ, മെത്തേഡ്സ് ഓഫ് എക്സ്റ്റിങ്ക്യൂഷൻ ഫയർ. കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമുക്കറിയാം ഫയർ ട്രയാങ്കിൾ. അതിൽ എന്തൊക്കെയുണ്ട് ഘടകങ്ങൾ? ഇന്ധനമുണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹീറ്റ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ഘടകം പോയ തീ കെടുത്താൻ നമുക്ക് സാധിക്കും അല്ലേ. ഇതിൽ ഓരോ ഘടകം മാറ്റിയിട്ട് തീ അണയ്ക്കുന്നതിന് ഓരോ രീതിയുണ്ട്. ഇതിൽ കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഫയർ ട്രയാങ്കിളിലത്തെ ഹീറ്റ് മാറ്റിയിട്ട് ഒഴിവാക്കിയിട്ട് അതിൽ നമ്മൾ ഫയർ കെടുത്തുന്ന രീതിനെയാണ് എന്ത് പറയുന്നത്? കൂളിംഗ് എന്ന് പറയുന്നത്. അതിലത്തെ എക്സ്റ്റിങ്ക്യൂഷർ എന്താ? വെള്ളമാണ് അല്ലേ. സ്മദറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഈ ഫയർ ട്രയാങ്കിളിലത്തെ ബാക്കി രണ്ട് ഘടകങ്ങൾ അവിടെ നിർത്തിയിട്ട് ഓക്സിജൻ മാത്രം മാറ്റി എന്നിട്ട് തീ അണയ്ക്കുന്ന രീതിയാണ് സ്മദറിംഗ് എന്ന് പറയുന്നത്. കട്ടിയുള്ള പുതപ്പും ഉപയോഗിച്ചിട്ട് തീ മൂടുന്നതും എന്തിനു ഉദാഹരണമാണ്? സ്മദറിംഗ് ഉദാഹരണമാണ്. നമ്മൾ ദേഹത്തൊക്കെ തീ പിടിക്കുമ്പോൾ നമ്മൾ നിലത്ത് കിടന്ന് ഉരുളുന്ന ആ ഒരു പ്രോസസ്സ്. സ്റ്റോപ്പ് ഡൗൺ ആൻഡ് റോൾ എന്നുള്ള ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടില്ലേ? റൂൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സ്മദറിംഗിന് എക്സാമ്പിളാണ്. സ്റ്റാർവേഷൻ അഥവാ പട്ടിണി കിടത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ധനം ആ ഫയർ ട്രയാങ്കിളിൽ നിന്ന് മാറ്റിയിട്ട് തീ അണയ്ക്കുന്ന രീതിയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ. തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഇന്ധനം മാക്സിമം ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന തീ കെടുത്തുന്ന മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ. ഇതും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. അതായത് ആ ഒരു
നമുക്ക് ആ ഒരു 3 ഫയർ ട്രയാങ്കിൾ അല്ലാണ്ട് ആ ചെയിൻ റിയാക്ഷൻ, തീയുടെ വ്യാപനത്തിന് കാരണമാകുന്ന രാസപ്രവർത്തന ശൃംഖലേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് തീയുടെ പടരിൽ ആ ഒരു സ്പ്രെഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈ കെമിക്കൽ പൗഡർ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തി തീ അണയ്ക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്, ഇൻഹിബേഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. എൻ്റെ പ്രീവിയസ് ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യാണ്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി മക്കളെ ഇതൊന്ന് ശ്രദ്ധിച്ചേടാ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രധാന വാതകങ്ങളുടെ താഴ്ന്ന പരിധിയും ഉയർന്ന പരിധി, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തരികയാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാനായിട്ട്. എങ്ങാനും നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തന്നെ. ഹൈഡ്രജൻ്റെ ജ്വലന പരിധി അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലെയിമബിലിറ്റി ലിമിറ്റ്സ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയും, ജ്വലനത്തിൻ്റെ താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയാണ് ഞാൻ തന്നിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ എത്രയാ മക്കളെ, താഴ്ന്ന പരിധി എത്രയാ, 4.1, ഉയർന്ന പരിധി 74. അസ്റ്റലിൻ്റെ എത്രയാ, താഴ്ന്ന പരിധി 2.5ഉം ഉയർന്ന പരിധി 80ഉമാണ്. ബ്യൂട്ടേൻ ആണെങ്കിൽ 1.5 താഴ്ന്ന പരിധി, ഉയർന്ന പരിധി 9 ആണ്. പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ 1.2 താഴ്ന്ന പരിധി, 6 ഉയർന്ന പരിധി. മീഥെയിൻ ആണെങ്കിൽ താഴ്ന്ന പരിധി 5, ഉയർന്ന പരിധി 15. കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ താഴ്ന്ന പരിധി 12.5, ഉയർന്ന പരിധി 74.2. ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാപ്പാടം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെയും ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, നോട്ടായിട്ട് എഴുതിയെടുക്കണമെങ്കിൽ എടുക്കാം, നിങ്ങളുടെ സൗകര്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്തത് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിൻ്റെ യൂസസ്, അതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആയിട്ട് വരുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പ്രധാന എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? ജലം വരുന്നുണ്ട്, പത, മണൽ എന്നിവയുടെ സവിശേഷതകളൊക്കെ നോക്കാം നമുക്ക്. ജലം ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അഗ്നിശമന മാധ്യമമാണ് എന്ത്? ജലം. ഇത് പ്രവർത്തിക്കുന്നത് കൂളിംഗ് രീതിയിലാണ്. നമ്മൾ പഠിച്ചു, ഹീറ്റ് മാറ്റിയിട്ട് നമ്മൾ ഫയർ കെടുത്തുന്ന രീതിയാണ് എന്ത് പറയുന്നത്, കൂളിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇനി പത, ഫോം ബേസ്ഡ് ആണെങ്കിൽ എങ്ങനെയാ മക്കളെ അതിൻ്റെ എക്സ്റ്റിങ്ക്വിഷറിന്റെ വർക്ക് എങ്ങനെയാണ് വരുന്നത്? വായു നിറഞ്ഞിരിക്കുന്ന ഭാരം കുറഞ്ഞ പദദ്രാവങ്ങളുടെ മുകളിൽ ഒരു ആവരണമായി പൊങ്ങിക്കിടന്ന് വായു സമ്പർക്കം ഒഴിവാക്കുന്നു. സ്മദറിങ്. ഫോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്മദറിങ്, ഒരു ബ്ലാങ്കറ്റ് പോലെ പൊങ്ങിക്കിടന്നിട്ടാണ് എന്ത് ചെയ്യണത്, വായു സമ്പർക്കം ഒഴിവാക്കുന്നത്. സ്മദറിങ് എന്താ, ശരിക്കും ഓക്സിജൻ ഒഴിവാക്കിയിട്ട് തീ കെടുത്തുന്ന രീതിയാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് എന്താ മക്കളെ? മണൽ. സാൻഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുന്നത്? പെട്രോൾ പമ്പുകളിൽ സാൻഡ് ബക്കറ്റുകളിൽ സൂക്ഷിക്കുന്നു. ഇതും വായു സമ്പർക്കം ഒഴിവാക്കാനുള്ള ബ്ലാങ്കറ്റിംഗ് രീതിയായാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? നാം ഡ്രൈ കെമിക്കൽ പൗഡറും അതുപോലെ വേറെന്തോണ്ടല്ലോ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ മെത്തേഡ്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഇനീഷ്യൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ 3 അഡീഷണൽസ് നിങ്ങൾക്ക് ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് നോക്കാം. ഇനി നമുക്കിതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കിയാൽ, അതായത് ജലത്തിന്റെ യൂസിങ് ഓഫ് വാട്ടർ ആസ് എൻ എക്സ്റ്റിങ്ക്വിഷർ ക്യാൻ ലീഡ് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. എന്ത്? ജലത്തിനെ നമ്മൾ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? പ്രകൃതിയിൽ ധാരാളമായിട്ട് ലഭിക്കുന്നു, അതായത് നമുക്ക് ജലം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഉയർന്ന ബാഷ്പീകരണ ലീനതാപം അല്ലേ, ബാഷ്പീകരണ ലീനതാപം നമുക്ക് ലഭിക്കും. ഏകദേശം 540 പെർ kg നമുക്ക് കിട്ടും. ഉയർന്ന വ്യാപ്ത വികാസ അനുപാതം, എക്സ്പാൻഷൻ റേഷ്യോ ഉണ്ടാവും. ഉയർന്ന വിശിഷ്ട താപധാരിത, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതൊക്കെ എന്തിൻ്റെ ഗുണങ്ങളാണ്? ജലം എക്സ്റ്റിങ്ക്വിഷറായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളാണ്. ദോഷങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ 25% മാത്രമേ അഗ്നിശമനത്തിന് ഫലപ്രദമാവുള്ളൂ. ബാക്കിയൊക്കെ ഒഴിച്ചു പോയിട്ട് എന്തുണ്ടാവാം? നാശനഷ്ടം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാം. അതുപോലെ വേറൊരു ഏറ്റവും വലിയ നെഗറ്റീവ് എന്താ മക്കളെ? ക്ലാസ് ഡിക്കും ഇക്കും നമുക്ക് ഫയറുകളിൽ വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ എക്സ്റ്റിങ്ക്വിഷറുകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമ്മുടെ എക്സ്റ്റിങ്ക്വിഷറിന്റെ പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രധാന ഭാഗങ്ങൾ, പാർട്സ് നോക്കിയടാ. കണ്ടെയ്നർ, ക്യാപ്പ് അസംബ്ലി, സ്ട്രൈക്കർ, പഞ്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് കാർട്രിഡ്ജ്, സൈഫൺ ട്യൂബ്, ഡിസ്ചാർജ് ട്യൂബ്. പെട്ടെന്ന് പഠിച്ചേ. ഔട്ടർ കണ്ടെയ്നർ, ക്യാപ്പ് അസംബ്ലി, സ്ട്രൈക്കർ, പഞ്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് കാർട്രിഡ്ജ്, സൈഫൺ ട്യൂബ്, ഡിസ്ചാർജ് ട്യൂബ്. 2 ട്യൂബുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ പാർട്സ് ആണ് എക്സ്റ്റിങ്ക്വിഷറിന്റെ. ഇനി എന്താണ് മക്കളെ വെൻഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? വെൻഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റിങ്ക്വിഷർ അടപ്പ് തുറക്കുമ്പോൾ ഉള്ളിലുള്ള മിച്ചം വരുന്ന വാതകം, ബാലൻസ് വരുന്ന വാതകം പുറത്തുപോയി
അടപ്പ് തെറിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സുഷിരത്തിനെയാണ് എന്ത് പറയുന്നത്, വെന്റ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? മിച്ചം വരുന്ന വാതകം പുറത്തു പോയി അടപ്പ് തെറിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് എന്ത്, ഒരു അടപ്പാണ് എന്ത്, വെന്റ് ഹോൾ എന്ന് പറയുന്നത് അല്ലേ. സെറ്റ് അല്ലേ? ഇനി സ്നിഫ്റ്റർ വാൽവ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കണ്ടെയ്നറിന്റെ ഹെഡിൽ ഘടിപ്പിച്ചിട്ടുള്ള ബോൾ ടൈപ്പ് ഡിസ്ക് ടൈപ്പ് വാൽവ്, അതായത് ബോൾ ടൈപ്പ് അല്ലെങ്കിൽ ഡിസ്ക് ടൈപ്പ് വാൽവ് ആണ്. ഇത് ഉള്ളിലെ നേരിയ മർദ്ദ വ്യത്യാസങ്ങൾ എന്താക്കുന്നു, നിർവീര്യമാക്കുന്നു. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയുന്നു, കണ്ടെയ്നറിന്റെ ഹെഡിൽ ഘടിപ്പിച്ചിട്ടുള്ള ബോൾ ടൈപ്പ് അല്ലെങ്കിൽ ഡിസ്ക് ടൈപ്പ് വാൽവ് ഇത് ഉള്ളിൽ നേരിയ മർദ്ദ വ്യത്യാസങ്ങൾ നിർവീര്യമാക്കുന്നു. നമ്മുടെ പ്രഷർ ഇക്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതാണ് എന്തിന്റെ പണി വരുന്നത്, സ്നിഫ്റ്റർ വാൽവിന്റെ പണി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പാസ് റൂൾ എന്താണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. P for pull, A for aim, S for squeeze, S for sweep. ഈ ഒരു 4 സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഞാൻ പറഞ്ഞുതരാം. എല്ലാ തരം തീപിടുത്തങ്ങൾക്കും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന എക്സ്റ്റിങ്വിഷറാണ് എന്ത്, DCPയും കെമിക്കൽ പൗഡറും. ഇപ്പൊ നമ്മുടെ വെള്ളം ചില ക്ലാസ് ഫയറുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ആ സമയം ഏത് ഫയറിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റിങ്വിഷർ ഏതാണ്, ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, DCPയും. അതുപോലെ DCP തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഡ്രൈ കെമിക്കൽ പൗഡറാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. CO2 എല്ലാ കേസിലും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. DCP ആണ് എല്ലാ കേസിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. കണ്ടെയ്നറിൽ അവശേഷിക്കുന്ന മർദ്ദം കൂടിയ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ റെസിഡ്യുവൽ ഗ്യാസ് എന്ന് വിളിക്കുന്നു. ഇത് ഉള്ളിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല. എന്താണ് അപ്പോൾ റെസിഡ്യുവൽ ഗ്യാസ് മക്കളെ? കണ്ടെയ്നറുകളിൽ അവശേഷിക്കുന്ന മർദ്ദം കൂടിയ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, റെസിഡ്യുവൽ ഗ്യാസ്. ഇത് ഉള്ളിൽ നിൽക്കുന്നത് സുരക്ഷിതമാണോ? അല്ല, അത് തെറിച്ചു പോയിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രഥമ ശുശ്രൂഷയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിയമങ്ങളും എന്തൊക്കെയാണ് മക്കളെ? ജീവൻ നിലനിർത്തുക, രോഗിയുടെ നില കൂടുതൽ, ഒരു മിനിറ്റ്, ഓക്കെ 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 പോയതാണ്, ജസ്റ്റ് പോയോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ജീവൻ നിലനിർത്തുക, രോഗിയുടെ നില കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കുക, ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുക. പിന്നെ 3C നിയമം നിങ്ങൾക്കറിയില്ലേ? ചെക്ക്, കോൾ, കെയർ. പരിശോധിക്കുക, വൈദ്യസഹായത്തിനായി വിളിക്കുക, കെയർ, പരിചരണം. 3C, ആ 3C റൂൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ക്യാബ് റൂൾ അറിയാമെന്ന് വിചാരിക്കുന്നു. ബോധരഹിതനായ ഒരു വ്യക്തിയെ പുനർജീവിപ്പിക്കാൻ 2020 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പുതുക്കി നിശ്ചയിച്ച നിയമമാണ് എന്ത്, കംപ്രഷൻ എയർവേ, അതുപോലെ ബ്രീത്തിങ്. ആ ഒരു സംഭവം അറിയാലോ, ക്യാബിന്റെ കേസ് കംപ്രഷൻ എയർവേ ബ്രീത്തിങ്, ഇതറിയാലോ നിങ്ങൾക്ക്. അതുപോലെ ഇതിനു മുമ്പ് EBC ആയിരുന്നു, അത് റീപ്ലേസ് ചെയ്തിട്ടാണ് ABC വന്നിട്ടുള്ളത്, ക്യാബ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെക്കാം. ഇതിൽ മക്കളെ ചെറിയൊരു തിരുത്തുണ്ട്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 2010 കേട്ടോ ക്യാബ് റൂൾ വന്നിരിക്കണേ, 2020 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കണേ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അതായത് പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് ഫെഡറിക് എസ് മാർച്ച് ആണ്. അതുപോലെ അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനം സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. ഒരാളുടെ ബോധരഹിതനായ ഒരാളുടെ എയർവേ തുറക്കാനുള്ള മികച്ച ടെക്നിക്ക് ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒടിവുകളുടെ പരിചരണം നൽകുമ്പോൾ സ്പ്ലിന്റുകളാണ് നമ്മൾ ഉപയോഗിക്കുക. പൊള്ളലേറ്റാൽ ഒരു കാരണവശാലും പേസ്റ്റ് പുരട്ടാൻ പാടില്ല. അതുപോലെ നെയ്യ്, എണ്ണ, അതൊന്നും പുരട്ടാൻ പാടില്ല എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അതുപോലെ ദേശീയ അഗ്നി സേനാ ദിനം ഏപ്രിൽ 14, അഗ്നിശമന പതാക ദിനം മാർച്ച് 8. കേരള ഫയർഫോഴ്സ് DGP ആരാണ്? ശ്രീ നിതിൻ അഗർവാൾ IPS ആണ്. MSDSന്റെ പൂർണ്ണ രൂപം എന്താണ് മക്കളെ? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അതുപോലെ 2025 ഫസ്റ്റ് എയ്ഡ് തീം എന്താണ്? ഫസ്റ്റ് എയ്ഡ് ഡേന്റെ തീം എന്താണ്? ഫസ്റ്റ് എയ്ഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. 2024 ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പോർട്സ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഇന്നത്തെ ക്ലാസ് സെറ്റ് അല്ലടാ? ഓൾമോസ്റ്റ് എല്ലാവരും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റിയില്ലേ? അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും PSCയോ SSCയോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസേൺ ടീമിനെ ഇൻഫോം ചെയ്യുക, അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, അതാത് ദിവസങ്ങൾ തരുന്നത് അതാത് ദിവസം തന്നെ പഠിച്ചു പോവുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ. താങ്ക്